എന്റെ ഭാര്യ ജാനു. ഓ നമസ്കാരം. ഇന്നും ഞങ്ങളുടെ പാല് ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ. അതെയോ? എന്റെ മോന. പേര് അർജുനൻ. നിങ്ങൾ എവിടാ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസാ, കീബോർഡ് പ്ലേയേഴ്സ്. ഓ, ഗാനമേളയ്ക്ക് വായിക്കുന്നവരാണോ? നോ സർ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാ. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഞങ്ങളാ വായിക്കുന്നത്. അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടല്ല ഞങ്ങളാ വായിച്ചത്. നേരാണോ? കൊഞ്ച നേരം കൊഞ്ചി പേസ കൂടാതാ. എനിക്ക് ഒരുപാട് ഇഷ്ടത്. എത്ര നന്നായിട്ട് പാടുന്നു. താങ്ക് യു. എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് എന്ന് വെച്ചാൽ അവന് ജീവനാ. കണ്ടാലേ അറിയാലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അവന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ. ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. പാട്ട് മാത്രമല്ല, പാചകവും നന്നായിട്ട് ചെയ്യുമല്ലേ? നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കൊച്ചു പാത്രത്തെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ടാക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടമായി സർ. ഫാമിലിക്ക് എപ്പോഴാ വരുന്നത്? അവരാരും ഇങ്ങോട്ട് വരുന്നില്ല സർ, ഞങ്ങൾ മാത്രമേ കാണും. അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില, ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ഇപ്പോഴാ കർച്ചീഫ് എടുത്ത് കൊടുത്തത് സർ. ഇതുവരെ ഒന്നും ആയില്ല സർ. എനിക്കും ആയിട്ടില്ല സർ. നീ അകത്ത് പോ ജാനു. യു മീൻ യുവർ ബാച്ചിലേഴ്സ്? കല്യാണം കഴിച്ചില്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ സർ? എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതെ സർ, ഇവന് സർപ്പദോഷമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല. സർ, ഇതിനു മുമ്പ് 4 ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. തലവേദനയായിപ്പോയി. അത് പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല. എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ. ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ. അറിയാം, അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. സാർ സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് അല്ല. അബ്ദുൽ കലാം, വാജ്പേയി ഇവരെ പോലെ വളരെ മര്യാദക്കാർ. അതെ സർ, ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല, 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി. സോറി, റൂൾസ് ഒന്നുണ്ടല്ലോ. നിങ്ങൾ വേറെ വീട് നോക്കിയോ? ശരി, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സർ. ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം. വിജയ്, അങ്ങോട്ട് എവിടെ പോവാ? എടുക്കാൻ പോവാ. ഓ മോനെ, ഒരുപാട് പാലം ധോണിയെ പോലെയോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്ക്. നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ? നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ, എന്നാ നീ കഴിക്കും. നോക്ക്, നീ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല. ഞാനൊരു ബാച്ചിലർ ആയതുകൊണ്ട് പെണ്ണെ കിട്ടില്ലടാ. ഒന്ന് ചുമ്മാരിട. എടാ, സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ സെക്രട്ടറി, അയാളും കല്യാണം കഴിച്ചു. നിനക്കെന്തിന്റെ കുറവാടാ? ആദ്യം നിന്റെ അമ്മയോടൊന്നും പറ, വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ്. അതൊക്കെ സമയമാകുമ്പോൾ നടക്കും. എന്താ? നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം. അവളെ കണ്ട ഉടനെ തോന്നണം ഒരു 100 വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന്. എന്താടാ ചങ്ക് പൊട്ടുന്നടാ? നീ വെറുതെ കളിയാക്കല്ലേ? പിന്നല്ലാതെ, കണ്ടപ്പോ തന്നെ എങ്ങനെ തോന്നണം? അതങ്ങനെയാടാ. നീ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ? തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും, മണി അടിക്കുന്ന ശബ്ദം കേൾക്കും. അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം, അല്ലെങ്കിൽ ചർച്ചിൽ മണി അടിക്കുന്നവനാവണം. അതൊന്നും നടക്കില്ല. എടാ, നടക്കൂടാ. അത് പോട്ടെ, ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോവാ? നീ ബൾബ് കത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്യൂസ് ഊരിക്കൊണ്ട് അയാളോട് പോകാൻ പറ. അയ്യോ, കണ്ടോ, പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന് ചൂട് കണ്ടില്ലേ? എടാ വിജയ്, നിനക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. എങ്ങനെ ഈ ബൾബ് കത്തുന്നത്, മണിയടിക്കുന്നത്? വാസ്തവത്തിൽ ഞാനിത് എന്താ? ഇനി ഒന്നും പറയണ്ട പ്ലീസ്. പറയാൻ സമ്മതിക്കണം. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്ത് വിജയശാന്തിയാണെന്ന വിചാരം? വിടാൻ എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരോരുത്തൻ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ. ഒരാണാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. നീ എന്നെ അടിച്ചൂലേ? നിന്നെ ഞാൻ കാണിച്ചു. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. ഭൂതം ഭാവി വർത്തമാനം ഒക്കെ കാണാം.
വെച്ചാണ് അടുപ്പിക്കുന്നത്. അത് പോട്ടറാ, നീ എന്റെ അടുത്ത് പറഞ്ഞതിന് പകരം നേരെ അവളുടെ അടുത്ത് ചെന്ന് ബൾബ് കത്തി മണിയടിച്ചു. എപ്പൊ കല്യാണം കഴിക്കാൻ ചോദിക്കേണ്ടതല്ലേ? അതിനിടയിൽ ഓട്ടോ കയറി പോയി കളഞ്ഞു. എന്തൊരു പെണ്ണാടാ അത്, എന്തൊരു ധൈര്യമാ. ആ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോയടാ. വയസ്സായവളാണ്. വിജയ്, ഞാൻ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞതാ. ഓ, എൻ്റെ അമ്മ ഇതുപോലെയാ. ഒരു ദിവസം ഒരുത്തൻ എൻ്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി. അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തൊടാൻ പേടിയാ. കാർത്തേക്, മനസ്സിലായി. കുറച്ചു നാളായി നമ്മൾ അടിയിടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത്. ആദ്യം നിന്നെ നശിപ്പിച്ചു. അവൾ ആരായിരിക്കും വിജയ്? അവള് ആരെ പോലെ ഇരിക്കുന്നു വേണ്ട വിജയ്, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഓക്കെ? നീ നന്നാവില്ലടാ. കാർത്തിക്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങള് മ്യൂസീഷ്യൻ ആണോ? അതെ. ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കർച്ചീഫ് ഇതായിട്ട പോലെ ഗിറ്റാർ ഇതായിട്ടല്ലേ അവൻ എടുത്തത്. എടാ, എന്നിട്ടും ഒരു മൈൻഡ് ഇല്ലല്ലോടാ. ഓക്കെ, എന്നാ കുട്ടി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോകാൻ വരട്ടെ. തട്ട് കിട്ടി, ഇനി പോവാം. അല്ല, നീ എപ്പോഴാ ഇൻസമാമൂൾ കക്കായത്? പിന്നെ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവൾ എന്നെ പ്രേമിക്കും. എന്താടാ? എടാ കാലത്ത് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ? കുടിച്ച് ഡാമ്പക്കം വിടുമ്പോഴും വിജയ്, ഇത് ഫ്ലാറ്റാ. എടാ വിജയ്, ഒന്ന് മിണ്ടാതിരി. എടാ നീ ശബ്ദം ഉണ്ടാക്കല്ലേ. എടാ ആൾക്കാർ കേൾക്കൊന്നും മിണ്ടാതിരിക്കേ. എടാ വിജയ്, നീ എന്തായി കാണിക്കുന്നത്? വിജയ്, എടാ എന്താ എന്താ വിജയ് ഇത്? ഇത് സെക്രട്ടറിയുടെ വീടാ. സോറി സാർ, സോറി. എടോ, എത്ര ധൈര്യം ഉണ്ട് കുടിച്ചിട്ട് ഇവിടെ വന്ന് ഛർദ്ദിച്ചതാ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല സാർ. ഇന്ന് ഇവന്റെ ബർത്ത്ഡേയാ. കൈയൊന്നും വേണ്ട. ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി ഛർദ്ദിക്കോ? ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ നീ എന്നെ കളിയാക്കാ? ഞാൻ ആരാന്നറിയാമല്ലോ, സെക്രട്ടറി ഓഫ് ദ അപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. നടക്കണം. നീ ഇനി ഒരു അക്ഷരം അകത്ത് മിണ്ടരുത്. അകത്തേക്ക് പോ. ചെല്ല്. ഛർദ്ദിക്കണമെങ്കിൽ അകത്ത് ബാത്റൂം ഉണ്ട്, അവിടെ ചെന്ന് ഛർദ്ദിക്ക്. ആക്ച്വലി സാർ, വീട്ടിൽ വെളുത്തുള്ളിണ്ടല്ലോ. കുളമാക്കാതെ പോടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ. ഒരു ഇത്തിരി ബിയർ അടിച്ചു, അതവന് പിടിച്ചിട്ടില്ല. ചിലപ്പോ പതിവില്ലാത്തോണ്ടായിരിക്കും. എന്റെ അടുത്ത് എന്നിട്ട് വേറെ ഇത് കൊണ്ടാ ബാച്ചിലേഴ്സിനെ താമസിപ്പിക്കാത്ത. സാർ, ഇത് ഞാൻ 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്യാം സാർ. സാർ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതി. എന്താടാ? എന്താ? എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ? ഇതിനാണോ? ഇത്രയും ബിയറും കുടിച്ചിട്ടില്ല സാർ, സത്യം. This is the limit. Yes, this is the limit. I will call the police. I will call the police. എന്തിനാ സാർ പോലീസ്? ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് പോകണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം സാർ. കുറച്ച് സമയം വേണം. എത്രയോ? ഒരു അരമണിക്കൂർ? വേറെ വീട് നോക്കണ്ടേ? അല്ലെങ്കിൽ 1 മണിക്കൂർ? അയ്യോ സാർ, എത്ര വേണ്ടി വരും? ഒരു 2 വർഷം മതിയോ? മതി. Take 5 years. I will call the police. Police. സത്യമായിട്ടും പോയിക്കോളാം. വേറെ വീട് ഇങ്ങനെ നോക്കിക്കോളാം സാർ, പ്ലീസ്. ഇവിടുന്ന് പോടാ, പോടാ. നീ കുടിച്ചിട്ടുണ്ടല്ലേടാ. ഒന്നുമില്ല ജാനു, നീ പുറത്തേക്ക് വരണ്ട. എൻ്റെ പേര് കാർത്തിക്, ഇവിടെ പുതിയ താമസക്കാരനാണ്. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ആഴ്ച ഒരാൾ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോൾ നിങ്ങളവനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത്? ഇറ്റ് വാസ് അമേസിങ്. ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു. എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് കാർത്തിക്. തൻ്റെ പേരൊന്നറിഞ്ഞാൽ? ജ്ഞാനപ്രകാശ്. ജ്ഞാനപ്രകാശ്? പ്രൊഫസർ ജ്ഞാനപ്രകാശ്. ഓ, കാർത്തിക്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനൊരു മ്യൂസീഷ്യനാണ്, ഫിലിം ഇൻഡസ്ട്രിയിൽ. ഓ, വെരി ഗുഡ്. എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ രാസാത്തി ഉന്നൈ കാണാതെ നെഞ്ചം കാത്താടി പോലാടുത്. ഇറ്റ്സ് എ നൈസ് സോങ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ. വെരി ഗുഡ് രാഗം. തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് മണിരത്നം. ബ്രില്യൻ ബോയ്. നന്നായിട്ട് വരും. മാർക്ക് മൈ വേർഡ്സ്, ഹി ഹാസ് ഗുഡ് ഫ്യൂച്ചർ. മിസ്റ്റർ രാഘവൻ, സ്റ്റോപ്പ് ദേർ. എന്താ മിസ്റ്റർ രാഘവൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്? ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ. നോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ? ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാ.
എന്താ സാർ പ്രൊഫസറുടെ അടുത്ത് പോയി കുടുങ്ങിയോ? ഹേ അതല്ല, അദ്ദേഹം ആരാ? ബന്ധമില്ലാതെ സംസാരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ. അതെയോ? ആ തല കണ്ട അറിയില്ലേ? അങ്ങേര് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. പാവം ഇപ്പൊ മനസ്സിന് കുറച്ച് സുഖമില്ല. ആ. ഇപ്പോഴും 1984 ജീവിക്കാന്നാ വിചാരം. എന്താ ഇങ്ങനെ? അതായത് സാർ ഇപ്പൊ ഓഫ് ചെയ്യാം സാർ. സാർ ഞാൻ മോട്ടോർ ഓഫ് ചെയ്ത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വഴിയാ എല്ലാ പണിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര ലേറ്റ്? നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയാൽ യു വിൽ മിസ് യുവർ ലെസൺസ്. സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞത് കേട്ട് ഒന്ന് നിന്നേ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഒന്ന് വന്ന് നോക്കോ. എന്താ? എന്താന്നറിയില്ല, എന്തോ കണ്ട് പേടിച്ച പോലെയുണ്ട്. എന്താ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തേ. ആരാ സാർ? എന്താ ഉണ്ടായത്? നിന്റെ കൂട്ടുകാരൻ അത്ര വൃത്തികേടായിട്ടാ നിന്നെ. എങ്ങനെയാ സാർ? എങ്ങനാന്നോ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എനിക്ക് പേടിയാവുക. ഒരു മര്യാദ വേണ്ടേ? ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ചെന്ന് ചൂടോടെ നല്ലൊരു ചായ കൊണ്ടുവാ. എനിക്ക് മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി പറയണം സാർ. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാ നിങ്ങൾ മാറുന്നേ? എന്തിനാ മാറുന്നത്? എന്തിന്? ഇന്നലെ രാത്രി മാറാന്ന് പറഞ്ഞല്ലേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടേയില്ല. കണ്ട്. ദിസ് ഈസ് ടു മച്ച്. ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചപ്പോ നീ മാറിക്കൊള്ളാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സാർ. സിംഗപ്പൂരോ? അതെ, മോർണിംഗ് ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വന്നത്. പ്രൂവ് ചെയ്യാമോടാ? എന്താ സാർ, സിംഗപ്പൂരിൽ നിന്ന് ഒരു ദിവസം 1000 പേരെങ്കിലും വരും. എല്ലാവരും പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാ? എനിക്കറിയാം, കുടിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. വീണ്ടും ചോദിക്കുക എപ്പോഴാ മാറുന്നേ? ഈ അപ്പാർട്ട്മെന്റ് റൂൾസ് അറിയാലോ? ഈ അപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റൂ? അപ്പോഴേ ഞാൻ മാറിക്കോളാം. ഇത് അംബേദ്കർ ആണേ സത്യം. സർ, എനിക്ക് തോന്നുന്നത് സാറിന് ഇപ്പോൾ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ. ഞാനോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലടാ. എന്താ വിജയ്, എന്താന്ന് പറയാതെ നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു. പക്ഷെ അതിനുള്ളിൽ അയാൾ എന്റെ ഷെയിം പപ്പി ഷെയിം കണ്ടടാ. എന്റെ പൊന്നളിക, എങ്ങനെയാടാ പറ്റിയത്? ഞാനേ കുളിച്ചിട്ട് വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തു. ഉടുത്തുടി ഒരു താഴെ പോയടാ. ഒരു കാര്യം സത്യമാ, ഒരാണിന് മറ്റൊരാണിന് ഇതിൽ കൂടുതൽ ശിക്ഷിക്കാനാവില്ല. എടാ, ആരും പറയാത്ത നമുക്ക് വീട് മാറിയാലോ? നമ്മൾ എന്തിനു മാറണം? വായ്. എടാ, നീയല്ല വേറെ വീട് നോക്കാന്ന് പറഞ്ഞു. വിജയ്, നീ കുളിക്കാൻ പോയില്ലേ? അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. നീയും കണ്ടോ? ഞാൻ എന്റെ പെണ്ണിനെയാ കണ്ടത്. അതാരാടാ? അവള് തന്നെ, എന്റെ ചാൻസിയറാണ്. സത്യമായിട്ടും? സത്യമാടാ, ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും നമ്മൾ ഇവിടുന്ന് മാറുന്നില്ല. അപ്പൊ സെക്രട്ടറി വേണമെങ്കിൽ നീ ഒരു പ്രാവശ്യം അങ്ങേരി ചെന്ന് കാണും. അയ്യോ, ഞാനില്ലേ. എന്റെ ഒരു നേരം പോക്ക് ഇതാ, ഈ പിള്ളേരുടെ കളി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഗുഡ് ഷോട്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് സാർ. കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് കണ്ടിരുന്നു? ഏത് മാച്ചാ സാർ? ഇന്ത്യ ഓസ്ട്രേലിയ 48 റൺസിന് തോറ്റില്ലേ? അത് കണ്ടില്ലേ? കണ്ടു. കണ്ടു. വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് 1 വർഷം പോലും ആയില്ല. അതിനുള്ളിൽ ഇങ്ങനെ തോറ്റാൽ എങ്ങനെയാ? ഇറ്റ്സ് എ ഷെയിം. യങ്സ്റ്റേഴ്സ് ധാരാളം പേര് ടീമിനുള്ളിൽ വരണം. ഗവാസ്കർ കൂടെ റിട്ടയർ ആയി. ഇപ്പൊ ഹൈദരാബാദ് ടീമിൽ ഒരു ചെറുക്കൻ കളിക്കുന്നുണ്ട്. ബ്രില്യൻ പ്ലെയർ. അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും. മാർക്ക് മൈ വേർഡ്സ്. വൺ ഡേ ഹി വിൽ ബി ദി ഇന്ത്യൻ ക്യാപ്റ്റൻ. അവന്റെ പേര് ഹലോ, ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഫറാഖ് ഒബാമ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ടോണി ബ്ലെയർ. ലേറ്റസ്റ്റ് ജെയിംസ് ബോണ്ടിന്റെ പേര് ഡാനിയൽ ക്രൈഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എല്ലാം പേര് എനിക്കറിയാം. ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ? അസറുദ്ദീൻ. ഞാൻ പറഞ്ഞില്ലേ, ആ ഹൈദരാബാദ് പ്ലെയർ. അവന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ.